ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എങ്ങനെ ഒരു വാട്സ്ആപ്പ് അക്കൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഇല്ലാതെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ പ്രിമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു, അതിനുശേഷം ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കണം, അതിനുശേഷം ലാസ്റ്റ് നെയിം കൊടുക്കണം, യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ ഇതിൽ സൈനപ്പ് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഫില്ല് ചെയ്ത് സൈനപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഞാനിവിടെ ഒരു യൂസർ നെയിം, ഇമെയിൽ ID, ഒരു പാസ്വേഡ് കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം സൈനപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതിൽ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യാനായിട്ട് യൂസർ നെയിം അല്ലെങ്കിൽ ടെലിഫോൺ നമ്പർ കൊടുക്കണം. നിങ്ങളുടെ പേഴ്സണൽ നമ്പർ ഈ ആപ്ലിക്കേഷനിൽ കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ യൂസർ നെയിം കൊടുക്കുകയാണ്. യൂസർ നെയിം കൊടുത്തു, അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക്. ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കണം. ഞാനിവിടെ പാസ്വേഡ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയി. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആഡ് നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത ഇമെയിൽ IDയിലേക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും. ആ മെയിലിൽ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് കാണും. അതിൽ നിന്ന് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. ഞാനിവിടെ എൻ്റെ മെയിൽ ID ഒന്ന് ഓപ്പൺ. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും പ്രിമോയിൽ നിന്നൊരു മെയിൽ വന്നിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു വാലിഡേറ്റ് യുവർ ഇമെയിൽ അഡ്രസ്. ഞാനിത് ഇവിടെ ഒന്നും ഇമെയിൽ അഡ്രസ് വെരിഫൈ ചെയ്യുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും യുവർ ഇമെയിൽ അഡ്രസ് ഹാസ് ബീൻ കൺഫേംഡ്. ഇനി ഞാൻ വീണ്ടും പ്രിമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ വീണ്ടും ആഡ് നമ്പർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. നോക്കുക, ഇവിടെ ഒരു മൊബൈൽ നമ്പർ ഇപ്പോൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മൊബൈൽ നമ്പർ, ഇവിടെ വന്നിരിക്കുന്ന ഈ മൊബൈൽ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. ഈ നമ്പർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ വാട്സപ്പ് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പ്രിമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ പുതിയൊരു അക്കൗണ്ട് നമ്മളുടെ പേഴ്സണൽ നമ്പറിലല്ല, അതൊരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ക്ലോൺ ചെയ്ത ഒരു വാട്സപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ വാട്സപ്പ് ഓപ്പൺ ആക്കിയാണ്. വാട്സപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ലഭിച്ച ആ നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ ഒരു നമ്പറാണ്, അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ ഒന്നും ആ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ്. നമ്പർ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഞാൻ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾ ആ നമ്പർ കറക്റ്റായിട്ട് ഓർത്ത് വെച്ച് ആ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സാറിന് നമ്മൾ വാട്സപ്പിൽ വരുന്നത് പോലെ ഫോൺ നമ്പർ കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്യാനാണ് ചോദിക്കുന്നത്. അതിനുശേഷം നമ്പർ കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നമുക്ക് വരും. ആ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഇനി വെരിഫിക്കേഷൻ കോഡ് നമുക്ക് വരുന്നത് പ്രിമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെരിഫിക്കേഷൻ കോഡ് ഇവിടെ വന്നു കഴിഞ്ഞു. ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഈ വെരിഫിക്കേഷൻ കോഡ് എൻ്റെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഈ വെരിഫിക്കേഷൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നോക്കുക, വെരിഫൈയിങ് അക്കൗണ്ട്. നോക്കുക, അതിവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ പുതിയൊരു വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഞാനിവിടെ റീസ്റ്റോർ എന്നുള്ളത് സ്കിപ്പ് ചെയ്യാണ്. സ്കിപ്പ് റീസ്റ്റോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം. നോർമലായിട്ട് നമ്മൾ വാട്സപ്പിൽ കൊടുക്കുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ്. യെസ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരു പുതിയ വാട്സപ്പ് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ നമ്പറല്ല, എനിക്കറിയാവുന്ന നമ്പറല്ല, ഒരു ഫേക്ക് നമ്പർ കൊടുത്ത് ഞാനിവിടെ ഒരു വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊരു ഇൻഫർമേഷന് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ